കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കൊല്ലം തെന്മല ഒറ്റക്കൽ റെയിൽവേ പരിസരത്തെ ജനങ്ങൾ. രാത്രികാലങ്ങളിൽ കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് ഇവിടെ പതിവായിരിക്കുന്നു. കാട്ടാനകൾ മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുമ്പോഴും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ഒറ്റക്കലിലെ നാട്ടുകാർ പറയുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്നതിൻ്റെ ഇരകളാണ് ഇന്നാട്ടിലെ ജനങ്ങൾ. ഓരോ ദിവസവും ഇരുട്ടി വെളുപ്പിക്കുന്നത് ആനപ്പേടിയിലാണ്. ആനശല്യം രൂക്ഷമായതോടെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് ഒറ്റക്കൽ നിവാസികൾ. പുലർച്ചെ ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് പതിവാണ്. മലയോര മേഖലയായ ഇവിടെ കൃഷിനാശത്തിന് പുറമെ രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്കും പാൽ പത്ര വിതരണക്കാർക്കും ആന ഒരു ഭീഷണിയാണ്. ഭയങ്കരമായ ശല്യങ്ങളാണ്. ഇവിടെ മനുഷ്യന് കിടന്നു കൊടുക്കേണ്ട നേരം വെളുത്ത 5 മണിക്ക് വരിക, 9 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങി വരിക. കഴിഞ്ഞ 3-4 ദിവസത്തിന് മുമ്പ് ഇവിടെ ഇതിൻ്റെ പുറകിന് വന്നു. അങ്ങനെ വന്ന് ഭയങ്കര ശല്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ജീവിക്കാനാ ഇവിടെ? ആരുടെ ശല്യം? ഭയങ്കരമായ ശല്യം. പുലി ശല്യം. ഒറ്റ പട്ടിയോ പൂച്ചയോ ഈ പ്രദേശത്തൊന്നും ഇല്ല. അതിനെ മൊത്തത്തിന് കെട്ടിയിട്ടേക്കുന്നതിനെ വരെ പിടിച്ചുകൊണ്ട് പോവുക. അടിയന്തര പ്രശ്നപരിഹാരത്തിന് വനം വകുപ്പ് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൺസൂൺ ശക്തമാകുന്നതോടെ ആനകൾ കാടിറങ്ങുന്നത് കുറയുമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനകളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും വനം വകുപ്പ് വിശദീകരിക്കുന്നു. ആൾക്ഷാമവും സാങ്കേതികവിദ്യയുടെ പരിമിതിയുമാണ് വനം വകുപ്പ് നേരിടുന്ന പ്രതിസന്ധി. വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ പാടെ തള്ളിക്കളയുന്നില്ല. വനപാലകർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് വകുപ്പിന്റെ ചുമതലയാണ്. ഉന്നതതല യോഗങ്ങൾ ചേർന്ന് മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കുമ്പോൾ അവ സമയബന്ധിതമായി നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കണം. ഈ ജനതയെ കൂടി പരിഗണിക്കണം. എ വി ജയശങ്കർ, 24, കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ സങ്കടകരമായ വാർത്ത വരുന്നു. തൃപ്പൂണിത്തുറ കുറുമശ്ശേരി സ്വദേശി ശ്രീജിത്ത്, പോലീസുകാരൻ കുളിക്കുന്നതിനിടെ കാണാതായിരുന്നു. ഇപ്പോൾ നീന്തൽക്കുളത്തിൽ അദ്ദേഹം മുങ്ങി മരിച്ചു എന്ന വാർത്ത വരികയാണ്. തൃപ്പൂണിത്തുറ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്താണ് ഇങ്ങനെ മരിച്ചത്. ക്യാമ്പിലെ കുളത്തിൽ സുഹൃത്തിനൊപ്പം നീന്താൻ ഇറങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടായത്. നീന്തുന്നതിനിടെ വെള്ളത്തിൽ 2 പേരും മുങ്ങിപ്പോയി. കൂടെ ഉണ്ടായിരുന്നയാൾ നീന്തി രക്ഷപ്പെട്ടെങ്കിലും ശ്രീജിത്ത് മുങ്ങി താഴ്ന്നുപോയി. ഫയർഫോഴ്സ് എത്തി നടത്തിയ തെരച്ചിലാണ് ശ്രീജിത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. സങ്കടകരം. ഈ വാർത്ത നമ്മൾ തന്നെ വായിച്ചതാണ്. ആനശല്യം രൂക്ഷമായതോടെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആശങ്കയിലാണ് തെന്മല ഒറ്റക്കലിലെ നിവാസികൾ. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പലപ്പോഴും ഈ അതിർത്തികളിലൊക്കെ താമസിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തിയിൽ കന്യാകുമാരി താമസിക്കുന്ന ആൾക്കാർ, വയനാട്ടിൽ താമസിക്കുന്ന ആളുകൾ, കാസർഗോഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും പലപ്പോഴും ഭരണാധികാരികൾ കാണാറില്ല. കണ്ടാലും അത് കണ്ടതായിട്ട് നടിക്കത്തില്ല. തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയ്ക്കും ഇതേ അവസ്ഥയാണ്. പലപ്പോഴും അവഗണനയാണ് ഇത്തരം സ്ഥലങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. അതിലൊന്നാണ് നമ്മൾ ഈ പറയുന്ന സ്ഥലം. മലയിൽ നിന്ന് ആന ഇറങ്ങി വരാൻ കാരണം മല തീറ്റയില്ലാത്തതുകൊണ്ട് ആ തീറ്റയ്ക്ക് വേണ്ടി ഇവിടെ ഈ മല വർഷം തോറും ഇത്ര രൂപ ചിലവാക്കുന്നുണ്ട്. ഇവർ മറ്റ് മരങ്ങളൊക്കെ വെച്ച് പിടിക്കുക. ആ നേരത്തിന് കുറേ വാഴകൾ ജോലിക്കാരെ കൊണ്ടൊന്നും കുഴിച്ച് വെപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള മരങ്ങൾ പ്ലാവോ മറ്റു വൃക്ഷങ്ങൾ നട്ട് വളർത്തുവാങ്ങി നാട്ടുകാർക്ക് ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. എല്ലാ രീതിയിലും ജനങ്ങൾ വളരെ ഭീഷണിയിലാണ്. സന്ധ്യ കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ ഒറ്റക്കൽ പ്രദേശവാസികൾ വളരെ ഭീഷണിയിലാണ്. അതുപോലെ തന്നെ രാവിലെ നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഇറങ്ങി വരുമ്പോൾ ആന റോഡിൽ നിൽക്കുന്നതായിട്ടാണ് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ പശുവിനെ കറക്കാൻ വന്ന് പശുവിനെ കറന്നു കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്ത് പ്ലാവിൻ്റെ ചവിട്ടിയ ആന. അത് കാരണം ഭയന്ന് വീട്ടിൽ വന്ന് ഇവിടുത്തെ അച്ചായനെ വിളിച്ച് ഉടനെ ആൾക്കാരെ അറിയിക്കാൻ പറഞ്ഞ് അവരെ അറിയിച്ചു. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു. അവരെല്ലാം കൂടെ നീന്താലും ഓടിച്ചു വിട്ടു.